നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പുഴ സ്വദേശിയെ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് കരുവാൻതൊടി സമദിന്റെ മകൻ മുഹമ്മദ് ഷാനിബിനെയാണ് കാശ്മീരിലെ ഗുൽമർഗിൽ മൃഗങ്ങൾ കടിച്ചു കീറിയ നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിൽ വാഹന പരിശോധനയ്ക്കിടെ വൻ മയക്കുമരുന്ന് വേട്ട. എടത്തനാട്ടുകര സ്വദേശി അസലി ബാബുവിനെയാണ് 100 ഗ്രാം മെത്താഫിറ്റമിനുമായി പിടികൂടിയത്. പാലക്കാട് വൻ കുഴൽപ്പണവേട്ട. ആന്ധ്രാപ്രദേശ് സ്വദേശിയിൽ നിന്ന് പിടികൂടിയത് 1,66,00,000 രൂപ. നഗരസഭ ഭരണസമിതിക്കെതിരെ ധൂർത്തും അഴിമതിയും ആരോപിച്ച് മണ്ണാർക്കാട് നഗരസഭയിലേക്ക് CPM ഏരിയ കമ്മിറ്റി മാർച്ച് നടത്തി. മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് നിർമ്മാണത്തിനുള്ള നിർദ്ദിഷ്ട സ്ഥലത്തെ തടസ്സങ്ങൾ നീക്കി തുടങ്ങി. അലനല്ലൂർ കാഞ്ഞിരംപാറയിൽ നിന്നാണ് പ്രവൃത്തി ആരംഭിക്കുന്നത്. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പുഴ സ്വദേശിയെ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് കരുവാൻതൊടി സമദിന്റെയും ഹസീനയുടെയും മകൻ മുഹമ്മദ് ഷാനിബിനെയാണ് കാശ്മീരിൽ മൃഗങ്ങൾ കടിച്ചുകീറിയ നിലയിൽ കണ്ടെത്തിയത്. 28 വയസ്സായിരുന്നു. വയറിംഗ് ജോലികൾ ചെയ്തിരുന്ന മുഹമ്മദ് ഷാനിബ് ഏപ്രിൽ 19 ബാംഗ്ലൂരിൽ ജോലി ലഭിച്ചു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. പിന്നീട് ഒരു തവണ മാതാവിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ജോലി സംബന്ധമായി തിരക്കിലാണെന്നാണ് അറിയിച്ചത്. എന്നാൽ ഷാനിബ് കാശ്മീരിലേക്ക് പോയതായി ബന്ധുക്കൾ അറിഞ്ഞിരുന്നില്ല. ബുധനാഴ്ച പുലർച്ചെ കാശ്മീരിലെ ഗുൽമാർഗ് സ്റ്റേഷൻ പോലീസ് അറിയിച്ചതോടെയാണ് മരണവിവരം പുറത്തറിഞ്ഞത്. ഞങ്ങൾ അയൽവക്കക്കാരാണ്, ഞങ്ങൾ അറിയുന്ന കുട്ടിയാണ്, കുഴപ്പമൊന്നും ഇല്ലാത്തൊരു നല്ലൊരു കുട്ടിയാണ്, ഞങ്ങൾ അറിയുന്ന കുട്ടിയാണ്. കുട്ടി വയറിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. അത്രേ ഞങ്ങൾക്ക് അറിയുള്ളൂ. എന്നാ പോയി വന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. മൃതദേഹം കാട്ടുമൃഗങ്ങൾ കടിച്ചുകീറിയ നിലയിലാണ് എന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ഷാനിബിന്റെ പിതാവ് സമദ് വിദേശത്താണ്. ബുധനാഴ്ച വൈകിട്ടോടെ പിതാവ് എത്തിയതിനു ശേഷമായിരിക്കും ബന്ധുക്കൾ കാശ്മീരിലേക്ക് പോകുന്നത്. മൃതദേഹം നിലവിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾ എത്തിയതിനു ശേഷമാകും മറ്റു നടപടികൾ എന്നാണ് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചത്. ഇയാളെ ഉമ്മാൻ്റെ പേരും മകൻ്റെ പേരും ഒക്കെ ചോദിച്ചിട്ട് അഡ്രസ്സ് അറിയിച്ചു. നമുക്ക് ആ പരിചയമുള്ള കുടുംബമായതുകൊണ്ട് അറിയുന്നു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാശ്മീരിൽ വെച്ചിട്ടൊരു ബോഡി കിട്ടിയിട്ടുണ്ട്, അത് ഏതാണ് എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞായിട്ടൊന്നും പറഞ്ഞു. പരിക്കുകളുണ്ടായിരുന്നു, മൃഗങ്ങൾ കടിച്ച പരിക്കുകളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. 10 ദിവസമായിട്ട് ഫ്രീസറിലാണെന്നും മോർച്ചറിൽ. ഇല്ല, അതൊന്നും പറഞ്ഞില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള യാതൊരു ഇൻഫർമേഷനും ഇല്ല. കാശ്മീരിലാണ്. നടപടിക്രമങ്ങൾ അവരുടെ പിതാവ് വരുന്നുണ്ട്, ഗൾഫിലാണ്, ദുബൈയിലാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി ഇവിടെ എത്തും. അതിനുശേഷം നടപടിക്രമങ്ങൾ പോവാൻ തയ്യാറ് എടുക്കുന്നുണ്ട് കുടുംബം. മരണവിവരം അറിഞ്ഞ ഞെട്ടലിലാണ് ഷാനിബിന്റെ അയൽവാസികൾ. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിൽ വാഹന പരിശോധനയ്ക്കിടെ വൻ മയക്കുമരുന്ന് വേട്ട. അലനല്ലൂർ എടത്തനാട്ടുകര സ്വദേശി അസലി ബാബുവിൽ നിന്നും 100 ഗ്രാം മെത്താഫിറ്റമിനാണ് പിടികൂടിയത്. പാലക്കാട് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ അജയ് കുമാറും ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിലുള്ള ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറും പാലക്കാട് IBയും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ഹൈദരാബാദിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ സഞ്ചരിച്ച അലനല്ലൂർ എടത്തനാട്ടുകര കുനർക്കാടൻ വീട്ടിൽ 29-കാരനായ അസലി ബാബുവിൽ നിന്ന് 100 ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടി. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർ പ്രേംകുമാർ, എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഫിറോസ്, C ബിനീഷ്, ഡ്രൈവർ ലൂക്കോസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. നഗരസഭ ഭരണസമിതിക്കെതിരെ ധൂർത്തും അഴിമതിയും ആരോപിച്ച് മണ്ണാർക്കാട് നഗരസഭയിലേക്ക് CPM മാർച്ച് ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രകടനമായി എത്തിയ മാർച്ചിനെ നഗരസഭാ കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. അപ്രോച്ച് റോഡുകളില്ലാതെ തോരാപുരത്തെ പാലം നിർമ്മാണം വിജിലൻസ് പരിശോധിക്കുക, ധൂർത്തും അഴിമതിയും നിറഞ്ഞ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും അന്വേഷിക്കുക, നഗരസഭാ അധ്യക്ഷന്റെ ധിക്കാരം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. 4.5 വർഷക്കാലം നഗരസഭ ഭരണം നടത്തിയിട്ടും ഒരു ഭവനരഹിതന് വീട് കൊടുക്കാനോ ഭൂരഹിതന് സ്ഥലം കൊടുക്കാനോ കഴിയാത്ത ചെയർമാൻ ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഉദ്ഘാടനം നിർവഹിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ പറഞ്ഞു.
4 വർഷമായിട്ടുള്ള ഒരു കൗൺസിലർക്ക് തന്റെ വാർഡിലുള്ള ഭവനരഹിതയായിട്ടുള്ള ഒരാൾക്ക് വീട് കൊടുക്കാൻ കഴിയില്ല. തന്റെ വാർഡിലുള്ള ഭൂരഹിതയായ ഒരു സാധാരണക്കാരന് 1 യൂണിറ്റ് ഭൂമി കൊടുക്കാൻ വേണ്ടി കഴിയില്ല. 4 വർഷമായി നഗരസഭയിലെ കൗൺസിലർമാർ എണ്ണിങ് നടക്കുക. ഭരണസമിതിയിൽ എന്തിനു കൊള്ളും? ഈ ഭരണത്തെ വലിയ വികസനത്തിന്റെ പേര് പറഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മണ്ണാക്കാട് നഗരത്തിൽ നിറവേറ്റി വരുന്ന ബഹുമാന്യനായ ചെയർമാനെ നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും ഭവനം വീട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞോ? എന്തായി കാണണം? നിങ്ങൾക്ക് പദ്ധതി ഉണ്ടായില്ലേ? പ്രയം ഉണ്ടായില്ലേ? അതിന് വേണ്ട സഹായം ചെയ്യുന്ന തരത്തിലുള്ള സംസ്ഥാന ഭരണം ഉണ്ടായില്ലേ? ആ ഭരണം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ഭരണത്തിന്റെ പ്രദേശത്ത് ഭരണ നിർവഹണം എന്ന പ്രദേശത്ത് പാവപ്പെട്ടവരെ വീട് കൊടുക്കാനും ഭവനരഹിത വീടും അതുപോലെ തന്നെ ഭൂരഹിത ഒരാൾക്ക് സ്ഥലം കൊടുക്കാൻ തന്റെ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നെങ്കിൽ പിന്നെ താങ്കൾ ഒരു നഗരസഭയുടെ ചെയർമാനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന വീരസ്യം പറയാൻ കഴിയില്ല. നഗരസഭ CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കൊള്ള നടത്താനായി മാത്രം രൂപം കൊണ്ട പാർട്ടിയാണ് മുസ്ലിം ലീഗെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞു. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ജന്മം കൊണ്ടത് തന്നെ കൊള്ളയടിക്കാനാണ്. ഇവിടെ മണ്ണാർക്കാടിന്റെ വിവിധ മേഖലകളിലൊന്നും പരിശോധിച്ചു നോക്ക്. 10,000-കണക്കിന് ആളുകളല്ലേ അരിയൂർ ബാങ്കിൽ വഴിയാധാരമാക്കപ്പെട്ടത്. 10,000-കണക്കിന് ആളുകൾ വഴിയാധാരമായി കെട്ടുകാലിയും വീടും കിടപ്പാടവും അവിടെ കൊണ്ടുപോയി പണയം വെച്ച് അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് നിക്ഷേപിച്ച ആളുകൾക്ക് ആ പണം എന്ന് തിരിച്ചു കിട്ടുമെന്ന് പോലും അറിയാത്ത വിഷമഘട്ടത്തിലാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് എവിടെ നോക്കിയാലും ലീഗ് നേതാക്കന്മാരുടെ പണം. ലോക്കൽ സെക്രട്ടറിയും കൗൺസിലറുമായ K മൻസൂർ, ഇടതുപക്ഷ കൗൺസിലർമാരായ E മുഹമ്മദ് ബഷീർ, മുഹമ്മദ് ഇബ്രാഹിം, CP പുഷ്പാനന്ദ്, സിന്ധു, സൗദാമിനി, P ഹസീന, ഖദീജ, K സുരേഷ്, ഹരിലാൽ, ഹസൻ മുഹമ്മദ്, റഷീദ് ബാബു, അഷ്റഫ്, ജയരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിൽ വാഹന പരിശോധനയ്ക്കിടെ വൻ കുഴൽപ്പണ വേട്ട. ആന്ധ്രാപ്രദേശ് സ്വദേശിയിൽ നിന്ന് 1,66 ലക്ഷം രൂപ പിടികൂടി. ഹൈദരാബാദിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശി 52-കാരനായ പാർത്ഥസാരഥി കസൂലയിൽ നിന്നാണ് 1,66 ലക്ഷം രൂപ പിടികൂടിയത്. വാളയാർ ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിലുള്ള ഒറ്റപ്പാലം റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറും പാർട്ടിയും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കുഴൽപ്പണം പിടികൂടിയത്. പ്രതിയെയും പണവും പിന്നീട് ഇൻകം ടാക്സിന് കൈമാറി. പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് C പ്രേംകുമാർ, എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഫിറോസ്, ഡ്രൈവർ ലൂക്കോസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് നിർമ്മാണത്തിനുള്ള നിർദ്ദിഷ്ട സ്ഥലത്തെ തടസ്സങ്ങൾ നീക്കിത്തുടങ്ങി. പാലക്കാട് ജില്ലയിലെ തുടക്ക സ്ഥലമായ അലനല്ലൂർ പഞ്ചായത്തിലെ കാഞ്ഞിരംപാറയിൽ നിന്നാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. സ്ഥലത്തെ കാടും മറ്റും JCB ഉപയോഗിച്ചാണ് നീക്കുന്നത്. ഒരാഴ്ചക്കകം മഴവെള്ളച്ചാലിന്റെ നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടക്കാനാണ് കരാർ കമ്പനിയുടെ നീക്കം. മലപ്പുറം ജില്ലാ അതിർത്തിയായ അലനല്ലൂർ പഞ്ചായത്തിലെ കാഞ്ഞിരംപാറ മുതൽ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചുങ്കം വരെയുള്ള 18.1 കിലോമീറ്റർ ദൂരമുള്ള ആദ്യ റീച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മിക്കുന്നത്. 91.4 കോടി രൂപയാണ് ചിലവ്. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് മേൽനോട്ടം. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാസങ്ങൾ നീണ്ട സർവേ നടപടികൾ 2 ആഴ്ച മുൻപ് പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷമാണ് സ്ഥലം വൃത്തിയാക്കുന്നതടക്കമുള്ള ജോലികളിലേക്ക് കരാർ കമ്പനി കടന്നത്. 2 വർഷമാണ് ആദ്യ റീച്ചിന്റെ നിർമ്മാണ കാലാവധി. 12 മീറ്റർ വീതിയിൽ മഴവെള്ളച്ചാലോടുകൂടിയാണ് റോഡ് നിർമ്മിക്കുക. ഇതിൽ 9 മീറ്റർ വീതിയിലാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തുക. ആവശ്യമായ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തികളും നിർമ്മിക്കും. കൈവരികളോടുകൂടിയ നടപ്പാതകൾ, ബസ് ബേ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയും ഒരുക്കും. 5 റീച്ചുകളിലായിട്ടാണ് മലയോര ഹൈവേ ജില്ലയിൽ നിർമ്മിക്കുന്നത്. കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയാണ് ആദ്യ റീച്ച്. ഇത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുമരമ്പത്തൂരിലാണ് അവസാനിക്കുക. ഇവിടെ നിന്നും ദേശീയപാതയിലൂടെ താണാവ് വഴി പാലക്കാട് തൃശൂർ ഹൈവേയിലെത്തും. തുടർന്ന് പാറ പൊള്ളാച്ചി റോഡ് വഴി ഗോപാലപുരത്തേക്കെത്തും. ഗോപാലപുരത്തു നിന്നും കന്നിമാരി മേട് വരെയാണ് 2ാം റീച്ച്. കന്നിമാരി മേടിൽ നിന്നും നെടുമണി വരെ 3ാം റീച്ചും അനങ്ങാട്ടിരിയിൽ നിന്നും വിത്തനശ്ശേരി വരെ 4ാം റീച്ചും നിർമ്മിക്കും.
ഐനമ്പാടത്ത് നിന്നും വടക്കഞ്ചേരി തങ്കം ജംഗ്ഷൻ വരെ 5ാം റീച്ചും നിർമ്മിക്കുന്നതോടെ മലയോരപാത ജില്ലയിൽ പൂർത്തിയാകും. ഇടവേള. വാർത്തകൾ തുടരുന്നു. CPIയിലെ വിമതപക്ഷക്കാരായ സേവ് CPIയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മെയ് 9-ന് പട്ടാമ്പിയിൽ റാലിയും പൊതുയോഗവും നടത്തും. ഇതുവരെ CPIക്ക് നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള റാലി ആയിരിക്കും പട്ടാമ്പിയിൽ നടത്താൻ പോകുന്നതെന്ന് സേവ് CPIക്കാർ പറഞ്ഞു. സേവ് CPI മെയ് 9-ന് ശനിയാഴ്ച പട്ടാമ്പിയിൽ പൊതുപരിപാടി സംഘടിപ്പിക്കും. മത തീവ്രവാദ ഭീകരതയ്ക്കെതിരെ മാനവ സംഗമം എന്ന പേരിലാണ് റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കുന്നത്. KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ VT ബൽറാം പരിപാടി ഉദ്ഘാടനം ചെയ്യും. സേവ് CPIയിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. ഇതുവരെ CPIക്ക് നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളും പൊതുപരിപാടിയുമായിരിക്കും പട്ടാമ്പിയിൽ നടത്താൻ പോകുകയെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൊടിയിൽ രാമകൃഷ്ണൻ പറഞ്ഞു. പട്ടാമ്പി സേവ് CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന മെയ് മാസം 9-ാം തീയതി മത തീവ്രവാദത്തിനെതിരെ മാനവ സംഗമം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് പ്രകടനമായി കൽപ്പക സ്ട്രീറ്റിലെ വെച്ച് പൊതുയോഗം നടത്തുകയാണ്. ആ പൊതുയോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ VT ബലറാം ex-MLA ആണ്. അതിനുശേഷം സേവ് CPIയുടെ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ, അതുപോലെ തന്നെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ R രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ TK സുഭാഷ്, VT സോമൻ, TK മുഹമ്മദ് എന്ന മാനു, TV ധർമ്മദാസ് തുടങ്ങിയ ആൾക്കാർ അതിൽ പ്രസംഗിക്കുന്നതാണ്. ജില്ലാ പ്രസിഡന്റ് പാലോട് മണികണ്ഠൻ, R രാധാകൃഷ്ണൻ, PK സുഭാഷ്, VT സോമൻ, PK മുഹമ്മദ് എന്ന മാനു അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. സേവ് CPI പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചതിനു പുറമെ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. അനങ്ങനടിയിലെ പ്ലാക്കാട്ടുകുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ചാണ് കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. അനങ്ങന്മലയുടെ താഴ്വാരത്താണ് വിശാലമായ പ്ലാക്കാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത്. 200 മീറ്റർ ചുറ്റളവിൽ പരന്നുകിടക്കുന്ന കുളം P മമ്മിക്കുട്ടി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിലെ 1 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. മണ്ണിടിഞ്ഞ് കാടുമൂടി തകർച്ചയുടെ വക്കിലെത്തിയ കുളം പൂർണ്ണമായും വൃത്തിയാക്കി ചുറ്റുമതിലും കൈവരികളും സ്ഥാപിച്ച് മോടി കൂട്ടിയിട്ടുണ്ട്. നീന്തൽ വശമില്ലാത്തവർക്ക് പ്രത്യേക സജ്ജീകരണവും നീന്തൽ പഠിക്കുന്നതിനായി പ്രത്യേക കൈവരികളും തയ്യാറാക്കിയിട്ടുണ്ട്. അവസാനഘട്ട പ്രവൃത്തികളായ ഇന്റർലോക്ക് വിരിക്കുന്നതിനും മറ്റു പ്രവൃത്തികൾക്കുമായി അനങ്ങനടി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപയും ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ അനങ്ങനടി ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള പ്ലാക്കാട്ടുകുളം ഉദ്ഘാടനത്തിന് സജ്ജമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാക്കാട്ടുകുളത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വർക്ക് ആരംഭിക്കുകയും അതിൻ്റെ ബഡ്ജറ്റ് വീതമായ 1 കോടി രൂപയുടെ വർക്ക് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA നല്ല രീതിയിൽ ഇടപെടുകയും ആ ഫണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ബഡ്ജറ്റ് വീതമായ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുകയും അവരുടെ മേൽനോട്ടത്തിലും അവരുടെ ഒരു പ്രത്യേക പരിഗണനയുടെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്ക് ആ കുളം അനുവദിച്ച് കിട്ടിയത്. തീർച്ചയായിട്ടും അതിലെ ബാക്കി വർക്കുകൾ എന്ന രൂപത്തിൽ ഇൻ്റർലോക്കും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ള ഒരു പ്രവൃത്തിയും കൂടി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിന് അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു 15 ലക്ഷത്തിൽ പരം രൂപയും കൂടി വിനിയോഗിച്ചുകൊണ്ട് ഇന്റർലോക്ക് പ്രവൃത്തിയും ബാക്കി പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്.
കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ കുരുത്തിച്ചാലിലെ ജലജീവൻ ശുദ്ധജല പദ്ധതിക്കായി പുഴയിൽ നിർമ്മിക്കുന്ന കിണറിന്റെ പ്ലാനിൽ ചെറിയ മാറ്റം വരുത്തണമെന്ന് KSEB. പദ്ധതിക്ക് KSEB സ്റ്റോപ്പ് മെമ്മോ നൽകിയ സാഹചര്യത്തിൽ KSEB ജല അതോറിറ്റി എന്നീ 2 വകുപ്പുകളുടെ മേധാവികളുമായും മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ചർച്ച നടത്തി. പദ്ധതിക്ക് ആവശ്യമായ വെള്ളമെടുക്കുന്നതിന് നിർമ്മിക്കുന്ന കിണറിന്റെ പ്ലാനിൽ മാറ്റം വരുത്തി പദ്ധതിയുമായി മുന്നോട്ടു പോകാനാവുമെന്നാണ് KSEB അധികൃതർ അറിയിച്ചതെന്ന് N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. നിലവിലുള്ള പ്ലാനിൽ കിണർ നിർമ്മിച്ചാൽ KSEBയുടെ നീരൊഴുക്ക് രേഖപ്പെടുത്തുന്നതിനെ ബാധിക്കുമെന്നാണ് KSEBയുടെ കണ്ടെത്തൽ. വലിയ കുത്തൊഴുക്കുള്ള കുരുത്തിച്ചാലിൽ വൻ പാറകൾ വന്ന് അടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് താരതമ്യേന സുരക്ഷിതമായ ഭാഗത്താണ് കിണർ നിർമ്മാണം തുടങ്ങിയത്. മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പ് കിണർ നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ പദ്ധതി വീണ്ടും നീണ്ടുപോകും. പുഴയിലെ നീരൊഴുക്കിന്റെ അളവ് രേഖപ്പെടുത്താനായി 1965 KSEB നിർമ്മിച്ചതാണ് ചെക്ക് ഡാം എന്നാണ് KSEB അധികൃതർ പറയുന്നത്. ഇക്കാര്യം പഞ്ചായത്തിനോ ജല അതോറിറ്റിക്കോ അറിയില്ലായിരുന്നു. പാതി നിർമ്മാണം പൂർത്തിയായ കിണർ മാറ്റി സ്ഥാപിക്കുന്നത് വൻ ചെലവും കാലതാമസവും വരുത്തും. KSEBയുടെ അനുമതിയില്ലാതെ അവരുടെ സ്ഥലത്ത് കിണർ നിർമ്മിച്ചുവെന്ന് കാണിച്ചാണ് KSEB സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. KSEB കോഴിക്കോട് മേഖല പ്ലാനിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. 95% നിർമ്മാണം പൂർത്തിയായ പദ്ധതി നിർത്തിയത് പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ആശങ്കയോടെയാണ് കാണുന്നത്. പദ്ധതിക്ക് തടസ്സം വരാതെ നിലവിലെ പ്രശ്നം പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഭരണസമിതി. മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് നവീകരണം വൈകുന്നതിനെതിരെ തെങ്കരയിൽ ജനകീയ പ്രതിഷേധം. തെങ്കര കനാൽ ജംഗ്ഷനിൽ നിന്ന് കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. റോഡ് നവീകരണം വൈകുന്നത് മൂലം വ്യാപാരികളും നാട്ടുകാരും ആയിരക്കണക്കിന് യാത്രക്കാരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മാർച്ചിൽ പണി പൂർത്തിയാക്കുമെന്ന് കമ്പനി ഉറപ്പു നൽകിയിരുന്നതാണ്. ഇപ്പോൾ പറയുന്നത് ജൂലൈയിൽ പൂർത്തിയാക്കുമെന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിസംബറിൽ പോലും നവീകരണം പൂർത്തിയാകില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. തെങ്കര GHSS തുടങ്ങിയ സ്കൂളുകളിലേക്ക് മാത്രം ഈ പ്രദേശത്തു നിന്ന് 7000-ഓളം കുട്ടികൾ പോകുന്നുണ്ട്. ഇതിനു പുറമെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും അട്ടപ്പാടി യാത്രക്കാർ ഉൾപ്പെടെ 10,000-ങ്ങളാണ് ഒരു ദിവസം ഇതുവഴി യാത്ര ചെയ്യുന്നത്. കരാറുകാരന്റെ അനാസ്ഥ മാത്രമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. CPM നേതാവ് M. വിനോദ് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക സംവിധാനങ്ങൾക്കും ഒരു തടസ്സവും ഈ റോഡ് പണി ആരംഭിച്ചതിന് ശേഷം ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും ഇതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇതുമായി വന്നിട്ടുള്ള പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള കാലതാമസങ്ങൾ വന്നപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വിവിധ തട്ടുകളിലായി നിന്നുകൊണ്ട് ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായി ഓരോ ദിവസവും അന്വേഷിച്ചു പോകുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ എഞ്ചിനീയറിംഗ് സംവിധാനത്തിന്റെയും ഇതിന്റെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെയും വിളിച്ചുകൂട്ടി സംസാരിച്ച അവസരത്തിലും ഈ ജൂലൈ മാസം 31-ാം തീയതിക്കകം ഈ പണി മുഴുവൻ പൂർത്തീകരിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം, ഇവിടെ കൂടിയ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം, എങ്ങനെ പണി നടത്തിയാലും ഈ ജൂലൈ മാസം 31-ാം തീയതിക്കകത്ത് മണ്ണാർക്കാട് മുതൽ ആനമൂളി വരെയുള്ള റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആക്ഷൻ കൗൺസിൽ ട്രഷറർ ഷൗക്കത്ത് തെങ്കര അധ്യക്ഷത വഹിച്ചു. വിവിധ കക്ഷി നേതാക്കളായ P. നാരായണൻകുട്ടി, കുരിക്കിൽ സെയ്ദ്, K. സുരേന്ദ്രൻ, ഭാസ്കരൻ മുണ്ടക്കണ്ണി, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, A. അലവി, അലി പൊതിയിൽ, ജോയി മണിമല, തെങ്കര ജനകീയ സംരക്ഷണ സമിതിക്ക് വേണ്ടി P. അഷറഫ്, സാബിർ, റംഷാദ്, രതീഷ്, രാധാകൃഷ്ണൻ, റഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യവും ഉയർത്തി SFI സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് ഒളിമ്പിക്സിന് ആവേശോജ്വല തുടക്കം. മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു നിർവഹിച്ചു.
ലഹരി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച വാക്കത്തോണോടുകൂടിയാണ് സ്റ്റുഡൻസ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. വാക്കത്തോണിന് ജില്ലാ സെക്രട്ടറി എൻ ആദിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. SFI അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ഇ അഫ്സൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാംജിത്ത്, ഏരിയ സെക്രട്ടറി മിഥുൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഗോകുൽ, ദിൽഷാദ്, കബീർ MM, സുജിൻ, ജില്ലാ കമ്മിറ്റി അംഗം ആരതി K, എക്സൈസ് ഓഫീസർ PS പ്രസാദ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ P ഷാജി, മുൻ MLA V ശശികുമാർ, CPM നേതാക്കളും മുൻ SFI നേതാക്കളുമായ V രമേശൻ, E രാജേഷ്, K ശ്യാംപ്രസാദ് തുടങ്ങിയവരും വാക്കത്തോണിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ SFIയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ലോക്കൽ കേന്ദ്രങ്ങളിൽ സ്റ്റുഡൻസ് ഒളിമ്പിക്സ് സംഘടിപ്പിക്കും. ലഹരി വ്യാപനത്തിനെതിരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണ പരിപാടിയും നടപടികളും ശക്തമാക്കാൻ പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിൽ ചേർന്ന വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനിച്ചു. കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗ തീരുമാനപ്രകാരമാണ് യോഗം ചേർന്നത്. ലഹരി വ്യാപനത്തിനും ഉപയോഗത്തിനും എതിരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും നടപടികളും ശക്തമാക്കാൻ കഴിഞ്ഞ പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനപ്രകാരം ബുധനാഴ്ച താലൂക്ക് ഓഫീസിൽ പ്രത്യേക യോഗം ചേർന്നു. ലഹരിക്കെതിരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണവും നടപടിയും ശക്തമാക്കാൻ ബുധനാഴ്ച ചേർന്ന യോഗം തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം, തഹസിൽദാർ വേണുഗോപാൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, എക്സൈസ് ഇൻസ്പെക്ടർ M യൂനിസ്, പ്രിവന്റീവ് ഓഫീസർ PS പ്രസാദ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയ കക്ഷി നേതാക്കളായ NP ഉണ്ണികൃഷ്ണൻ, ഹംസ പാലൂർ തുടങ്ങിയവരും യോഗത്തിന് എത്തിയിരുന്നു. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിവരിച്ചു. ഈ അധ്യയന വർഷം സ്കൂളുകൾ ആരംഭിക്കുന്നതോടെ വിവിധ ലഹരി വിരുദ്ധ പ്രതിരോധ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ത്രി V അബ്ദുറഹ്മാൻ നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മെയ് 9 ഒറ്റപ്പാലത്ത് നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിക്ക് ഡ്രഗ്സ് എന്ന പേരിലാണ് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ത്രി P അബ്ദുറഹ്മാൻ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നത്. മെയ് 9 ഒറ്റപ്പാലത്തെത്തുന്ന യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. നഗരസഭ ചെയർപേഴ്സൺ K ജാനകി ദേവി ചെയർമാനും ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ചു. നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് വെച്ചാണ് സ്വീകരണം നൽകുന്നത്. കായിക താരങ്ങൾ, ജനപ്രതിനിധികൾ, SPC, NCC, സ്കൗട്ട്, റെഡ് ക്രോസ് സംഘടനകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിലും റാലിയിലും പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ്, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി, കടമ്പൽപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ, അനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന സമിതി അംഗം M രാമചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ചുണ്ടമ്പറ്റ ശിഹാബ് തങ്ങൾ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 100 കണക്കിന് ആളുകളാണ് ക്യാമ്പയിന്റെ ഭാഗമാവാൻ എത്തിയത്. നാട്യമംഗലം ചുണ്ടമ്പറ്റ കേന്ദ്രീകരിച്ച് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശിഹാബ് തങ്ങൾ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചുണ്ടമ്പറ്റ മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഷൊർണൂർ DYSP R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കരുതേണ്ടത് നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് ഏറ്റവും പ്രാഥമിക ചുമതല എൻ്റെ മുന്നിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾക്കാണ്. അതിനെ സ്കൂൾ ടീച്ചർമാർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യാൻ വേണ്ടി പറ്റില്ല. കേരള പോലീസിന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ ഉത്തരവാദിത്വം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ ഉത്തരവാദിത്വം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആർക്കും ഇവരെ രക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കുറേ ഉത്സവങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഈ ഉത്സവങ്ങളൊക്കെ കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സാധാരണ മനുഷ്യന് 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വിറക് വെട്ടിക്കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുകയാണ് നമ്മൾ, അല്ലേ?
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാടിക്കളിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ ക്ഷീണിക്കുന്നേ ഇല്ല. ഞങ്ങൾ കുറെ പള്ളി നേർച്ചകളും കുറെ മുളയന്തവന് വേലകളും ഈ ചാടിക്കളിക്കുന്ന ആളുകളൊക്കെ റോഡിൽ നിന്ന് ചാടിക്കളിച്ച് കൂട്ടി ബഹളം ഉണ്ടാക്കി പോവുക എന്നല്ലാതെ ഒരു പള്ളിയിലും പോയി തൊഴുന്നത് കണ്ടില്ല, ഒരു അമ്പലത്തിലും പോയി തൊഴുന്നത് കണ്ടില്ല. എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ 8 മണിക്കൂർ നേരം അല്ലെങ്കിൽ 6 മണിക്കൂർ നേരം തുടർച്ചയായിട്ട് ഇങ്ങനെ ആരോഗ്യത്തോടുകൂടി ഉത്തേജനത്തോടുകൂടി ചാടിക്കളിക്കുന്ന നിങ്ങൾ വിലയിരുത്തിയാണ്? അപ്പം നിങ്ങൾ കൊടുക്കുന്ന നേർച്ചയ്ക്കും ആഘോഷമുള്ള സംഭാവനകൾ ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ ചർച്ച ചെയ്യും. റിട്ടയേർഡ് പോലീസ് ഇൻസ്പെക്ടറും ഇന്റർനാഷണൽ ട്രെയിനറുമായ ഫിലിപ്പ് മമ്പാട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രൊഫസർ VK അബൂബക്കർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. VM മുഹമ്മദ് അലി മാസ്റ്റർ, കൊപ്പം പോലീസ് സബ് ഇൻസ്പെക്ടർ അജിത് കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഖദീജ, ജസീല, സുധാകരൻ, അബ്ദുൾ സലാം, സെയ്ദലവി മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെർപ്പുളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ നടന്നു വന്ന അവധിക്കാല നാടക കളരി അവസാനിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. ചെർപ്പുളശ്ശേരി ശബരി സംഘം സ്കൂളിൽ മെയ് 5, 6, 7 തീയതികളിലാണ് അവധിക്കാല നാടകക്കളരി സംഘടിപ്പിച്ചത്. അവധിക്കാലത്ത് വിദ്യാർത്ഥികളെ കലാപരമായി പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടക്കുന്നത്. ഹാർമണി ഹിൽസ് എന്ന പേരിൽ നടക്കുന്ന അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായാണ് നാടകക്കളരി സംഘടിപ്പിച്ചത്. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 30ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കോട്ടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ നവജീവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിരോധ വാക്സിനുകൾ എടുക്കാത്ത കുട്ടികളെ കണ്ടെത്തി വാക്സിൻ നൽകുക, ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ സംശയ നിവാരണം നടത്തുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് ആശുപത്രിയിലേക്ക് നൽകിയ ലാപ്ടോപ്പ്, പ്രിന്റർ, ഫർണിച്ചർ, ലാബ് ഉപകരണങ്ങൾ എന്നിവ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് ചന്ദ്രൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷത്തിന്റെ ഭാഗമായി നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ പാട്ടത്തൊടി, HMC അംഗങ്ങളായ അബ്ദുൾ റഹ്മാൻ, KT രാമചന്ദ്രൻ, മണികണ്ഠൻ, വസന്തകുമാരി, JHI ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളല്ല കുത്തിവെപ്പ് എടുക്കാൻ മടിക്കുന്നത്, കുത്തിവെപ്പ് കൊടുക്കാൻ നമ്മുടെ അമ്മമാർ രക്ഷിതാക്കൾ മടിക്കുന്നത് കൊണ്ടാണ് 47 കുട്ടികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ ഡോക്ടർ പറഞ്ഞ അസുഖങ്ങളെ നേരിടാൻ വരാതിരിക്കാനുള്ള കുത്തിവെപ്പ് എടുക്കാത്ത കുട്ടികൾ. അപ്പൊ അത് ഡോക്ടർ പറയുമ്പോഴാണ് അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതുകൊണ്ടാണ് സാറിനെ കൊണ്ട് പറയിപ്പിച്ചത്. നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും അങ്ങനെ ചെയ്യാൻ, കുട്ടികൾക്ക് വാക്സിൻ എടുക്കാൻ മറന്നുപോവുകയോ വിട്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. കേരള ഹെൽത്ത് ഓർഗനൈസേഷൻ പാലക്കാട് സംഘടിപ്പിച്ച ഇന്റർ ക്ലബ്ബ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പെരിന്തൽമണ്ണ VFC ബോക്സിംഗ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യനായി. പെരിന്തൽമണ്ണ VFCയെ ബെസ്റ്റ് കേരള ബോക്സിംഗ് ക്ലബ്ബായി തെരഞ്ഞെടുത്തു. പാലക്കാട് നടന്ന ഇന്റർ ക്ലബ്ബ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പെരിന്തൽമണ്ണ VFC ബോക്സിംഗ് ക്ലബ്ബ് 118 പോയിന്റ് നേടിയാണ് ഓവറോൾ ചാമ്പ്യനായത്. പെരിന്തൽമണ്ണ VFCയെ ബെസ്റ്റ് കേരള ബോക്സിംഗ് ക്ലബ്ബായും തെരഞ്ഞെടുത്തു. ചീഫ് കോച്ച്, മുഖ്യപരിശീലകൻ സുബ്രഹ്മണ്യൻ, മാനേജർ മിൻഹാജ് എന്നിവരാണ് പെരിന്തൽമണ്ണ ടീമിനെ നയിച്ചത്. കേരളത്തിലെ 20ഓളം ക്ലബ്ബുകളിൽ നിന്നായി 200-ലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. സബ് ജൂനിയർ, ജൂനിയർ താരങ്ങളാണ് VFCയിൽ നിന്നും മത്സരത്തിന് ഇറങ്ങിയത്. ഏലംകുളം മാണിക്കൻതൊടി ഷംസുദ്ദീൻ്റെ മകനും 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റസാൻ ഷാദി ചാമ്പ്യൻഷിപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. 10 വർഷത്തോളമായി പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ എഡ്വേർഡ് മെമ്മോറിയൽ ക്ലബിൻ്റെ സമീപത്തായി പ്രവർത്തിക്കുന്ന VFC അക്കാദമി കരാട്ടെ, കുങ്ഫു, മിക്സ് ബോക്സിംഗ്,
സാമുറായി വിഭാഗങ്ങളിൽ നിരവധി സംസ്ഥാന, ദേശീയ, ലോക ചാമ്പ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കീഴിൽ നിർമ്മിച്ച പാലിയം ഡയാലിസിസ് സെന്റർ സമർപ്പിച്ചു. 1.5 കോടി രൂപ ചെലവിലാണ് കേന്ദ്രം നിർമ്മാണം പൂർത്തിയാക്കിയത്. കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ 20ാം വാർഷികോപഹാരമായാണ് പാലിയം ഡയാലിസിസ് സെന്റർ ഒരുക്കിയിട്ടുള്ളത്. 1.5 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചിട്ടുള്ളത്. 5 മെഷീനിന്റെ സഹായത്തോടെ ദിനംപ്രതി 10 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഉണ്ടാവുക. ജനകീയ പങ്കാളിത്തത്തോടെയും വിവിധ കൂട്ടായ്മകളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയുമാണ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. AP അനിൽകുമാർ MLA കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാഹനങ്ങൾ വേണം. ഓരോ മാസവും വലിയ ചെലവാണ്. ഗവൺമെന്റിന്റെ ആരുടെയും പിന്തുണയില്ല. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ, മാതൃകാപരമായി ഇന്ന് പാലിയേറ്റീവ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു. അവിടെയാണ് നമ്മുടെ ആളുകൾ എത്രമാത്രം ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവിടെ ബോധ്യമാകുന്നു. ഇവിടെ സൂചിപ്പിച്ചു, അധ്യക്ഷൻ പറഞ്ഞു, 1 ലക്ഷം തന്നവർ, 2 ലക്ഷം തന്നവർ. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന തുക 1000-വും 2000-വും തന്നവർ. അങ്ങനെ ഒരു മനസ്സ്, ഒരുപാട് മനസ്സായി, ഒരു കൂട്ടമായി അവിടെയൊക്കെ ഒരു പിന്തുണ, ചെറുതും വലുതുമായ പിന്തുണ ഒരു മഹാപ്രവാഹമായി മാറിയതുകൊണ്ടാണ് ഇത്ര മനോഹരമായ 2 നില കെട്ടിടം നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിയും. പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തണൽ പ്രതിനിധി ഡോക്ടർ ഇദ്രീസ് മുഖ്യാതിഥിയായി. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു, കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ്, ട്രോമ കെയർ സംസ്ഥാന ഭാരവാഹി മൈമൂനത്ത്, കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KT ശ്രീനിവാസൻ, സ്വാഗത സംഘം ചെയർമാൻ വയലിൽ ജോയ്, നുഹ്മാൻ പാറമ്മൽ, പാലിയേറ്റീവ് സെക്രട്ടറി KK അബ്ദുൽ മജീദ്, ട്രഷറർ T സലീം, പാലിയം ചെയർമാൻ OP അലി, കൺവീനർ K അഷറഫ്, മുഹമ്മദ് മൻസൂർ, ഹംസ സുബ്ഹാൻ, പകിടീരി കുഞ്ഞാപ്പു ഹാജി, NK അബ്ദുറഹ്മാൻ, N ഉണ്ണീൻകുട്ടി, KK ജെയിംസ്, V ആബിദലി, TD ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. അയർലൻഡിലെ ഡബ്ലിൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടെ ഗവേഷണത്തിന് അർഹനായ ശ്രീകൃഷ്ണപുരം സ്വദേശി P അനന്തകൃഷ്ണനെ ആദരിച്ചു. CPM ശ്രീകൃഷ്ണപുരം രാഗം കോർണർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ അനന്തകൃഷ്ണന് ഉപഹാരം നൽകി. ചടങ്ങിൽ CPM ലോക്കൽ സെക്രട്ടറി B രാജേഷ്, M ഹരിദാസൻ, V മോഹനൻ, V രാജൻ, V ഗിരീഷ് കുമാർ, M ഉണ്ണികൃഷ്ണൻ, J സൈന, V മണികണ്ഠൻ, KSTA സബ് ജില്ലാ സെക്രട്ടറി TR ബിജു എന്നിവർ പങ്കെടുത്തു. ഷോർട്ട് ന്യൂസ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് താഴേക്കോട് പരിവാർ കമ്മിറ്റി കരിങ്കല്ലത്താണി അക്ഷയ സെന്ററിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. താഴേക്കോടും സമീപ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമായി നിരവധി കുട്ടികൾ ചികിത്സ തേടിയെത്തി. PT സിദ്ദിഖ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പരിവാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് പുത്തൂർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് അയ്യൂബ്, ട്രഷറർ N യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. താഴേക്കോട് പഞ്ചായത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കരിങ്കല്ലത്താണി അക്ഷയ സെന്ററിൽ സൗജന്യ സേവനം നൽകുമെന്ന് PT സിദ്ദിഖ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാഞ്ഞിരപ്പുഴ സ്വദേശിയെ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് കരുവാൻതൊടി സമദിന്റെ മകൻ മുഹമ്മദ് ഷാനിബിനെയാണ് കാശ്മീരിലെ ഗുൽമർഗിൽ മൃഗങ്ങൾ കടിച്ചു കീറിയ നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിൽ വാഹന പരിശോധനയ്ക്കിടെ വൻ മയക്കുമരുന്ന് വേട്ട. എടത്തനാട്ടുകര സ്വദേശി അസലി ബാബുവിനെയാണ് 100 ഗ്രാം മെത്താഫിറ്റമിനുമായി പിടികൂടിയത്. പാലക്കാട് വൻ കുഴൽപ്പണവേട്ട. ആന്ധ്രാപ്രദേശ് സ്വദേശിയിൽ നിന്ന് പിടികൂടിയത് 1,66 ലക്ഷം രൂപ. നഗരസഭ ഭരണസമിതിക്കെതിരെ ധൂർത്തും അഴിമതിയും ആരോപിച്ച് മണ്ണാർക്കാട് നഗരസഭയിലേക്ക് CPM ഏരിയ കമ്മിറ്റി മാർച്ച് നടത്തി. മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് നിർമ്മാണത്തിനുള്ള നിർദ്ദിഷ്ട സ്ഥലത്തെ തടസ്സങ്ങൾ നീക്കി തുടങ്ങി. അലനല്ലൂർ കാഞ്ഞിരംപാറയിൽ നിന്നാണ് പ്രവൃത്തി ആരംഭിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.